ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു ചിക്കനായിട്ടുള്ള പെപ്പർ ചിക്കനാണ്. വെറൈറ്റിയാണ് സംഭവം, പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. എന്നാലും ഞങ്ങളുടേതായ ഒരു രീതിയിൽ ഞങ്ങളിവിടെ പെപ്പർ ചിക്കൻ സെമി ഗ്രേവി ആയിട്ടാണ് കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഞങ്ങൾ റെഡിയാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാൻ നേരെ. അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു മസാല ചേർക്കാണ്ട്. മസാല എന്ന് പറഞ്ഞത് ചെറിയ ജീരകം കുറച്ച്, അതേപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് കുരുമുളകും പെരിഞ്ജീരകം, അതേപോലെ തന്നെ ചെറിയ ജീരകം ലേശം മതി. അതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്താൽ കേട്ടോ. അത് നമ്മളിങ്ങനെ വിതറി കൊടുക്കുക. ആദ്യം ഓരോരുത്തർ സ്പൈസിക്ക് അനുസരിച്ച് ചേർത്താൽ മതി. ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ലേശം വലിയുള്ളി കേട്ടോ. വലിയുള്ളി നമ്മൾ ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത്യാവശ്യം കനത്തിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് ലേശം ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്കൊരു ഏകദേശം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഈ മസാല ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. മസാല മിക്സ് ആക്കിയതിൻ്റെ ശേഷം വേണം നമുക്ക് അടുപ്പത്ത് വെക്കാൻ. നല്ലോണം മിക്സാക്കി കൊടുക്കുക. ശേഷം നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇതിലിടണം. കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ടേ നന്നായിട്ട് മിക്സാക്കുക. ശേഷം ഉപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് പാകം ഒന്ന് നോക്കാം. മസാലയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം അടുപ്പത്ത് വെച്ചാൽ മതി. അധികം നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇനി വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഈ കോഴിയിൽ ലേശം വെള്ളമുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോകുന്നത് കേട്ടോ. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക. അത് ചൂടുവെള്ളം ഒഴിക്കുകയാണ് നല്ലത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ വെള്ളം വെച്ചിട്ടില്ല. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം വെക്കാവുന്നതാണ്. കാരണം സെമി ഗ്രേവി ആവണ കാരണം കോഴിയിൽ തന്നെ അത്യാവശ്യം വെള്ളം വരും. നമ്മളെ കുക്കിങ് പാടത്താകൊണ്ടേ നല്ല കാറ്റ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടെ ഒന്ന് വെച്ചൊന്ന് ബ്ലോക്ക് ചെയ്ത് നമുക്ക് ആദ്യം ഈ ചിക്കനൊന്ന് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ചെറിയൊരു അത്യാവശ്യം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുത്തിട്ട് വേണം ഇനി നമുക്കൊന്ന് മസാല റെഡിയാക്കാൻ. ഏകദേശം നല്ലോണം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വെള്ളം ഇതിൽ നിന്ന് കോഴിയിൽ നിന്ന് തന്നെ ഊർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു, കാരണം തീ അധികമായ സമയത്തേ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്.
കളിക്കാർ ഇതിലെന്താ കഷ്ടമൊന്നുമില്ല. നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് പാത്രത്തേക്ക് മാറ്റാം, വേറൊരു പാത്രത്തേക്ക് മാറ്റാം. എന്താ ആ കുരുമുളകിൻ്റെ ഗന്ധം. അപ്പോൾ ചിക്കൻ കുറച്ച് നേരം ഇവിടെ മൂടി വെച്ച് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ മസാല റെഡിയാക്കി കൊടുക്കാം. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മതി, ലേശം കറുവാപ്പട്ട, അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പു ലേശം മതി. അതിനോട് കൂടി വെളുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 4-5 പച്ചമുളക് നമ്മൾ നടുവൊന്ന് കീറി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ലേശം ഉപ്പ് ഇതിലിട്ട് കൊടുക്കാം, ഉള്ളി ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടേ. ലേശം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് മസാല ആക്കുമ്പോൾ അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിൽ ചേർക്കാം. ഉള്ളി ഏകദേശം വാടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാട്ടോ. ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ കേട്ടോ. ലേശം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തക്കാളിയൊക്കെ ഒന്ന് വഴച്ച് വന്നോളൂ. ഒരു 1/2 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടി. തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ ചിലർ യൂസ് ചെയ്യാറുണ്ട്. എന്നാലും നമ്മുടെ ഒരു ഇതിൽ ഇത് വെന്ത് നല്ലോണം വേവേണ്ട ആവശ്യമില്ല. 3/4 വേവ് മതി ഈ ക്യാപ്സിക്കത്തിന്. പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ ഒരു എന്താ പറയുക, പെപ്പർ ചിക്കന് നല്ലൊരു ടേസ്റ്റ് വരും. കൂട്ടുകാരെ, ഈ വിഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ അതേപോലെ വിരുന്നേര് വരുന്ന സമയത്ത് അവർക്ക് ഒരു വെറൈറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഉള്ളത്. നല്ലൊരു റിച്ച് ആയിട്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഒരു വിഭവം നിങ്ങൾക്ക് നമ്മുടെ ടേബിളിൽ വെച്ച് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, ഏകദേശം നമ്മുടെ ഇതൊക്കെ സെറ്റ് ആവാനായി, മസാല റെഡി ആവാനായി. തുറന്നു നോക്കാം. ആ ക്യാപ്സിക്കത്തിൻ്റെ ആ വാടി വരുന്നൊരു മണം ഉണ്ടല്ലോ, ശരിക്കും എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മസാല ഏകദേശം സെറ്റായി. ഇനി ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് സോയാ സോസ് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മുടെ കാഷ്യൂ ഉണ്ട്, അണ്ടിപ്പരിപ്പ് ഒന്ന് പേസ്റ്റ് ആക്കിയതാണ്. ഒരു 2 ടീസ്പൂണ്.
അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാട്ടോ. നന്നായി ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെപ്പർ ചിക്കൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ തന്നെ വേപ്പിൻ്റെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടേ ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നമുക്ക് നല്ല ചൂടുള്ള പൊറാട്ട ഉണ്ടല്ലോ, ചൂടുള്ള പൊറാട്ടയ്ക്ക് അടിച്ച് മിന്നുക. കണ്ടാ ഇനി കുറച്ച് മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇട്ട് കൊടുക്കട്ടെ. ഇനി കുറച്ച് വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് ക്ഷമിക്കുക. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഐറ്റം റെഡി. അയ്യോ നമ്മുടെ ഐറ്റം എടാ ഗ്രേവിയൊക്കെ വളരെ എന്താ പറയുക പെർഫെക്റ്റ് കേട്ടോ. പാകത്തിനുള്ള ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ആഹാ എന്താ ഭംഗി കാണാൻ. അപ്പോൾ എങ്ങനെയുണ്ട് കഴിക്കാമെന്നും കൂടി നോക്കണം. നമ്മുടെ കൂട്ടുകാർ ഇവിടെ റെഡി ആയിക്കുക. അസറുവിൻ്റെ ഡെക്കറേഷനാട്ടോ. അസറു മെയിനാണേ. കൂട്ടുകാരെ നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയതിൻ്റെ ശേഷം ആദ്യമുള്ള ഒരു വീഡിയോ ആണ്. അസറോ ചാനൽ മോണിറ്റൈസ് ആയതിൻ്റെ ശേഷം ആദ്യമുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതെ ഈ കാണാതിരിക്കണുള്ളൂ. ഇത് മുത്തേ വേഗം സെറ്റാക്കിക്കോ. ഇരിക്കപ്പുറത്ത് കിട്ടണില്ല. ഉഷാറാണ്. ഞാൻ വെച്ചാ പൊറോട്ട തീ കണ്ടിട്ടാ. പൊറോട്ട കണ്ടിട്ടാ. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പൊറോട്ട എങ്ങനെയാണ് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ നല്ലൊരു ഇതിൽ ചിക്കനിൽ അങ്ങോട്ട് പിടിക്കുക. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് സൂപ്പർ. എന്തായാലും ടേസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ കുറച്ച് അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവം കേട്ടോ. അടിപൊളി. ഇനി നിങ്ങളൊക്കെ കഴിക്കും നോക്കാം. ഓക്കെ തുടങ്ങിക്കോ. അറ്റാക്ക്. ഓക്കെ കഴിച്ചോട്. എന്താ കിരണ ആദ്യം പറയട്ടെ എന്നാ. കിര മാരകം. അയ്യോ കലക്കി. അസറു പെപ്പറിന്റെ ഹൈലൈറ്റ് ടേസ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ നമ്മള് പെപ്പർ ചിക്കൻ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ലല്ലേ. കാപ്സിക്കവും വേറെ ആ ക്യാപ്സിക്കത്തിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? വ്യത്യസ്തല്ലേ. അതാണ് നമ്മുടെ രതീഷ് ഏട്ടന്റെ ഒരഭിപ്രായം. പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പറയാ, നന്നായിട്ടുണ്ട്.
കഴിച്ചാല് കുറച്ച് വെറൈറ്റിയാണ് സംഭവം. വെറൈറ്റി ആണ് അല്ലേ? സൂപ്പറാണ്. ആർക്കും കഴിക്കാം. ഗസ്റ്റുകളൊക്കെ വന്നാൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഓക്കെ ഓക്കെ, നമ്മൾ വെറൈറ്റികളാണ് തേടുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. പിന്നെ രതീഷ് ചേട്ടാ, നമ്മളോട് നമ്മുടെ കൂട്ടുകാർ, ഒരുപാട് കൂട്ടുകാർ ഇതേപോലെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഓരോരുത്തർ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയാറുണ്ട്, നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്നവരൊക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് നെക്സ്റ്റ് ഓരോ പരിപാടികളിലെ ഓരോ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇതൊന്ന് തട്ടിവിടാം. വീണ്ടും അതെ, നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ വിജയം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും. അതെ, ചാനൽ മോണിറ്റൈസ് ആയി, അത് നിങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്. അത് ചാനൽ മോണിറ്റൈസ് ആയതിൻ്റെ ശേഷം ഫസ്റ്റ് വീഡിയോ ആണിത്. തുടർന്ന് സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഏതായാലും ഇനി ഞാൻ അധികം ക്യാമറ പിടിച്ച് നിന്നാൽ ഇവർ അത് സെറ്റാക്കും, അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി വരാം. ഓക്കെ, ബൈ. ടാറ്റാ.